നിങ്ങൾ തീരുമാനമാക്കേട്ടോ. ഇൻഡിക്കേറ്ററും ഇല്ല, ഒന്നുമില്ല. ഇൻഡിക്കേറ്റർ ഇട്ടൂടെ? ഇങ്ങനെ പോക്കന്നെ സ്വന്തം അടുക്കളയിൽ നിന്ന് പോന്നൊക്കെയാ പോകുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോ. കുറേ വീഡിയോ ഒന്നും ചെയ്തിട്ടാ. നമ്മളെ ദേശീയപാതൻ്റെ വീഡിയോയിലും കുറേ ചെയ്യാനുണ്ട്. പിന്നെ നമ്മളെ കൊട്ടുവി യാത്രയിലുണ്ട്, ഇവിടെ ഒരു മൂകാംബിക യാത്രയുണ്ട്, എല്ലാം പെൻഡിങ് ഉള്ളത്. അപ്പോൾ വണ്ടിയിൽ ഓയിൽ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് വന്നേട്ടാ. ഞാനിപ്പോൾ തളിപ്പറമ്പ് മന്നക്ക ഉള്ളത്. അപ്പോൾ ഇവിടെ ഓയിൽ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ഓയിലിൽ ഇവിടെ പൈസ കുറവാണ്. 300 റുപ്യ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓയിലിന്. ഓയിൽ ചേഞ്ചിലാക്കി എണ്ണയിലടിച്ച് ഞാൻ നാട്ടിലേക്ക് ഏതായാലും വിടാം. അത് മന്നക്ക പമ്പാട്ടാ. മന്നക്ക നമ്മളെ ശ്രീകണ്ഠപുരം പോകുന്ന റൂട്ടിൽ ഇന്ത്യൻ ഓയിൽ. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഞാൻ കണ്ണൂരിൽ നിന്ന് മാറ്റാൻ വിചാരിച്ചു. അപ്പോൾ ആടെ ഓയിൽ ചേഞ്ച് ഇല്ല, ഇന്ത്യൻ ഓയിലിൽ പമ്പിൽ ഓയിൽ ചേഞ്ച് ഇല്ല പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറേ മുമ്പ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചപ്പുറം കേട്ടോ, ഒരു ഹിന്ദിക്കാരനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നാട്ടിലേക്ക് പോവാം. അപ്പോൾ നല്ല സ്പീഡ് പറഞ്ഞു വെച്ചാൽ ഈ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് കയറിയിട്ട് നമ്മളെ സെയ്ദ് നഗറിലേക്ക് കയറിയിട്ട് അങ്ങ് പോകാം കേട്ടോ. നമ്മളെ വള്ളാവ് തലവറ വഴി ഇങ്ങനെ പോകാൻ പറ്റും. ഇതൊരു ഷോർട്ട് റോഡാണ്. അപ്പുറം പിന്നെ ഒരു ട്രാഫിക് സിഗ്നലുണ്ടാവും, സിഗ്നൽ ബ്ലോക്ക് ആയിരിക്കും. അതുകൊണ്ട് അതിലേ പോയിട്ടാണ്. ഇത് നമ്മൾ നേരെ പോയ സെയ്ദ് നഗറിലെത്തും. ഇപ്പോൾ 6:45, 6:45. അപ്പോൾ വീഡിയോ ഒക്കെ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് പറയുന്നില്ല. അവിടെ മന്നക്ക നല്ല ബ്ലോക്കാട്ടാ. നമ്മൾ സിഗ്നലിലെടുക്കാം, നല്ല ബ്ലോക്കാന്ന് തോന്നുന്നു. ഇവിടെയെല്ലാം കാണുന്നുണ്ട് ബ്ലോക്ക്. ഇവിടുന്ന് അപ്പുറം കിടക്കല പണി. ഇങ്ങനെ വയ്യാത്ത തന്നെ പോവാം. നല്ല ബ്ലോക്കാണ്. നല്ല ബ്ലോക്ക് പറഞ്ഞ് നല്ല ബ്ലോക്ക്. ഇവിടുന്ന് ലെഫ്റ്റ് പോകണ്ട കേട്ടോ, നമ്മളെ തലവറ. ഇത് നമ്മുടെ സെയ്ദ് നഗർ. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ നമ്മൾ തലവറ അങ്ങോട്ട് എടുത്തു. അവിടെ നിന്ന് പിന്നെ കുറ്റേരി. ചേട്ടാ ഒന്ന് സൈഡാക്കാം കേട്ടോ. ഇവിടെ നേരെ പോയാലും നമ്മുടെ കാര്യമ്പലം. കാര്യമ്പലെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് ഔട്ടൊക്കെ ഉണ്ട് കേട്ടോ. ലെഫ്റ്റ് എടുത്താൽ തലവറ റോഡായി. നമ്മുടെ തളിപ്പറമ്പ് അമ്പലത്തിലേക്കെല്ലാം പോകുന്ന റോഡ് ഇതാണ് കേട്ടോ. അപ്പോൾ ശ്രീകണ്ഠായിരുന്നെല്ലാം നമ്മുടെ തലപ്പുറം അമ്പലത്തിൽ വരുന്നവർക്ക് സുഖമാണ്. നമ്മൾ സിഗ്നലിൽ നേരെ ലെഫ്റ്റ് എടുക്കുക, ലെഫ്റ്റ് ഒന്ന് നേരെ തലപ്പുറം അമ്പലം. പിന്നെ അപ്പുറത്തേക്ക് പോയി നമ്മളെ കാക്കത്തോട്ടിലേക്ക് വന്നാൽ കുറച്ച് റോഡ് ബ്ലോക്കായിരിക്കും. ഇതാകുമ്പോൾ എളുപ്പമായി. ഇപ്പോൾ കൊട്ടിയൂർ തുടങ്ങിയോണ്ട് നല്ല റോഡ് നല്ല ബ്ലോക്കാണ്.
ഇവിടെ നേരെ പോയാൽ നമ്മൾ തളിപ്പറമ്പ് അമ്പലം ഇട്ടാ. നേരെ പോയാൽ തളിപ്പറമ്പ് അമ്പലമാണ്. ഞങ്ങൾക്കിപ്പോൾ റൈറ്റിലൊക്കെ പോകുന്നുണ്ട്. ഇത് നേരെ പോയ പനങ്ങാട്ടൂർ, തലോറ ആ റോഡാണ്. ആ റോഡ് നേരെ പോയാൽ ഞാൻ പറഞ്ഞാൽ തളിപ്പറമ്പ് അമ്പലത്തിന് മുന്നിൽ എത്തും. ഇപ്പോൾ ശ്രീകണ്ഠാപുരം ആലക്കോട് നിന്നെല്ലാം വരുന്നവർക്ക് സുഖമാണ്. അല്ല കപ്പാലത്തിനൊക്കെ പോയി തിരിക്കണം ഇങ്ങോട്ട്. അപ്പോൾ ഈ ആ റോഡിൽ വന്നെങ്കിൽ, ഞാൻ വന്ന റോഡിലാണെങ്കിൽ ശ്രീനഗറിൽ തെറ്റിയിട്ടാണെങ്കിൽ നല്ല സുഖമായിട്ടാണ്. പിന്നെ കണ്ണൂരിൽ നിന്നെല്ലാം വരുന്നവർക്ക് നമ്മൾ തളിപ്പറമ്പ് ടൗൺ ടച്ച് ചെയ്യാണ്ട് വരാൻ കഴിയില്ല. നമുക്കെല്ലാം നമ്മളെ നാട്ടിൽ വരുമ്പോൾ തളിപ്പറമ്പ് അമ്പലത്തിലേക്ക് ഇത് റോഡ് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ ഇങ്ങനെ വരുമ്പോൾ റൈറ്റ് എടുക്കുക, തളിപ്പറമ്പ് വരുമ്പോൾ ലെഫ്റ്റ് എടുക്കുക. വണ്ടീനെ ഫ്രണ്ട് ടയറിനും എല്ലാ സൗണ്ട്, ബ്രേക്ക് തൊടുകയുണ്ട് അപ്പൊക്ക് വല്ലാത്തൊരു സൗണ്ട്. ഇത് കുറച്ച് ഇറക്കില്ല സ്ഥലം കേട്ടോ. രാവിലെ ചെറിയൊരു മഴയുണ്ടായിരുന്നു, ഇപ്പം മഴയൊന്നുമില്ല. കണ്ണൂരാത്തെല്ലാം മഴയുണ്ടായി. നിങ്ങൾ തീരുമാനമാക്കേട്ടാ. ഇൻഡിക്കേറ്ററും ഇല്ല, ഒന്നുമില്ല. ഇൻഡിക്കേറ്റർ ഇട്ടൂടെ? ഇങ്ങനെ പോക്കന്നെ സ്വന്തം അടുക്കളയിൽ നിന്ന് പോന്നൊക്കെയാ പോകുന്നു. ഇവിടെയെല്ലാം നമ്മളെ ഗൾഫ് സിസ്റ്റം കൊണ്ടുവരണം, എന്നാലേ ഇതിനെ പഠിക്കൂ. ഇവിടെയെല്ലാം ഷൂട്ടിങ് ഉണ്ടായിട്ടോ, ഒരു സിനിമേൻ്റെ എല്ലാം ഫുള്ള്